ഹായ് ഗൈസ്, ടുഡേ സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഗെയിം ഉണ്ടാക്കാം എന്ന് കാണിച്ചു തരാൻ പോകുന്നു ഗൈസ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യണം. ന്യൂ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ വേർഷൻ 6 എടുക്കുകയാണെങ്കിൽ കുറേ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടില്ല 2D ആയതുകൊണ്ട്. സോ 2022 ഈ വേർഷൻ ഓൾറെഡി നമ്മുടെ എഡിറ്റർ പാനലിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്താൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എഡിറ്റർ ആഡ് ചെയ്യുക. ദെൻ 2D റെൻഡർ പൈപ്പ് ലൈൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് 10 minutes പറഞ്ഞ നെയിം ജസ്റ്റ് ആഡ് ചെയ്യുക. നെയിം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. സോ ഓക്കെ, ദെൻ ബിൽഡ് കൊടുക്കുക. ഒരു 2-3 minutes വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് ബിൽഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്രീൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സ്ക്രീൻ. ഈ സീൻ വ്യൂവിലാണ് നമ്മൾ എല്ലാ സാധനങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കമ്പൈലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതാണ് ഹൈറാർക്കി പാനൽ. ഇതിലാണ് നമ്മൾ എല്ലാ ഒബ്ജക്റ്റും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഇതാണ് സീൻ വ്യൂ. ഈ വ്യൂവിലാണ് നമ്മളെല്ലാ പോയിന്റും കാണുന്നത്. ഗെയിം വ്യൂ ഇതാണ് നമ്മൾ കാണുന്ന വ്യൂ, നമ്മൾ ഉണ്ടാക്കിയ വ്യൂ ഇത്. എന്നിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുമല്ലോ സ്ക്രീനിൽ കാണുന്നത്, അതാണ് ദി സ്ക്രീൻ. കൺസോൾ പാനൽ എന്തെങ്കിലും എറർ വരുന്നെങ്കിൽ, കോഡ് ചെയ്യുമ്പോൾ എറർ വരുന്നെങ്കിൽ കാണിക്കാനായിട്ട്. പ്രൊജക്ട് പാനലായിരിക്കും നമ്മളൊരു ഗെയിം ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡാറ്റ സെൻറ്റർ. അതാണ് ഇതിലാണ് എല്ലാ ഡാറ്റാസും എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആനിമേഷൻ ജസ്റ്റ് നമ്മൾ ആനിമേഷൻ ചെയ്യാനുള്ള പാനൽ. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള എൻ്റെ പാനൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതാണ് ഇൻസ്പെക്ടർ പാനൽ. ഇത് ഓരോ ഓബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന ഓബ്ജക്റ്റിൻ്റെ ഫീച്ചേഴ്സ് കാണിക്കാനാണ് ജസ്റ്റ് റൈറ്റ് പാനലുള്ള ഈ മെയിൻ ക്യാമറ ഉള്ളത്. ദിസ് ഈസ് ദ പാനൽസ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇത് ഇപ്പോൾ ഒരു PC ബിൽഡ് ആയിട്ടിരിക്കണം. നമുക്കൊരു ആൻഡ്രോയിഡ് ബിൽഡ് പോലെ എടുക്കണം. നമുക്ക് ആൻഡ്രോയിഡിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ബിൽഡ് സെറ്റിംഗ്സ് എടുത്തിട്ട് ആൻഡ്രോയിഡ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് സ്വിച്ച് പ്ലാറ്റ്ഫോം നോക്കുക. സോ ദ പാനൽ വിൽ ചേഞ്ച്. പാനൽ നമ്മൾ ആൻഡ്രോയിഡിലേക്ക് സ്വിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഇതാ കണ്ടില്ലേ. നൗ ഇതാണ് ജസ്റ്റ് കറക്റ്റ് ആൻഡ്രോയിഡ് പാനൽ പോലെ നമുക്ക് വന്നു സെറ്റ്. ഇനിയിപ്പോൾ ഞാൻ പ്രീ ബിൽഡായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച് സെറ്റ് ചെയ്ത അസറ്റ് ഉണ്ട്. അത് ഞാൻ അടിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് ഇതിൽ പോവുക, ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ അത് വരും. അപ്പം നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ട് നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ അസറ്റും ഇതിലേക്ക് ഓൾറെഡി ഇൻസ്റ്റാൾ ആയി വരും. ഓക്കെ, അത് വന്ന് മൈ ഗെയിം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ സ്ക്രീൻ സെറ്റായി. നമുക്കിനി ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ബാക്ക്ഗ്രൗണ്ടാണ്. സോ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം വ്യൂ എന്ന് പറഞ്ഞില്ല. അപ്പം നമുക്കിത് കറക്റ്റ് പൊസിഷനേറ്റ് ചെയ്യണം. ഇത് കാണുമ്പോൾ ഇപ്പോൾ കറക്റ്റ് പൊസിഷനിലല്ലേ ഇരിക്കുന്നത്. നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് പൊസിഷൻ കുറച്ചൊന്ന് അപ്പ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ എന്ന് തോന്നുന്നു. ഈ ബാക്കിയുള്ള വ്യൂ നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ ഈ വൈറ്റ് ലെയർ പോകണമില്ലേ, ആ വൈറ്റ് ലെയറിൻ്റെ ഉള്ളിലുള്ള സ്ക്രീനാണ് നമുക്ക് ജസ്റ്റ് പ്രസൻറ്റ് ചെയ്യാൻ കാണിക്കുന്ന സ്ക്രീൻ. അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. സോ ഇതായിരിക്കും നമുക്ക് മെയിൻ ഗെയിമിൽ കാണുന്ന വ്യൂ. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. ഇതാണ് ഫസ്റ്റത്തെ ലെയർ. സോ ഇതിന് വേറെ ലെയറിന് ആഡ് ചെയ്യേണ്ട. സോ 0 ആയിട്ടാണ് കീപ്പ് ചെയ്യുക. ഇനി നമുക്ക് അടിയിൽ കൊടുക്കണം ഗ്രൗണ്ട് ഫ്ലോർ. ജസ്റ്റ് ടെറൈനിൽ ഗ്രൗണ്ട് ആഡ് ചെയ്യണമല്ലോ. പ്ലെയർ മൂവ്മെൻറ്റ് നടത്താനുള്ള ഗ്രൗണ്ട് ആഡ് ചെയ്യണം. സോ ഇതിൽ ഏതെങ്കിലും ഒരു കറക്റ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത് തന്നെ എടുക്കുക. ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ടെറൈൻ ഭയങ്കര സ്മോളാണ്. അപ്പം നമ്മളിന്ന് സ്കൈ ഒന്ന് സ്കെയിൽ ചെയ്ത് കാണാനല്ലേ. സ്കെയിൽ ചെയ്ത് കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഇപ്പം ഇതിൻ്റെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്യാം. നമ്മൾ കൺട്രസ്റ്റിങ് കറക്റ്റായിട്ട് പറ്റുള്ളൂ. ജസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞ പേര് കൊടുക്കുക. ഫ്ലോർ എന്ന് പറഞ്ഞ പേര് കൊടുത്ത് എന്നിട്ട് ഇത് കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യുക. കുറച്ചും കൂടി അപ്പ് ചെയ്ത് ജസ്റ്റ് കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യുക. കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ ഇരിക്കണ്ടോ നോക്കുക. ഓക്കെ 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 ഇത് പുറത്ത് പോയാലും പോയാലും ഈ വ്യൂ കറക്റ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഓർഡറിൻ്റെ ലെയർ എന്ന് പറഞ്ഞത് 1 ആണ്. സോ ജസ്റ്റ് കീപ്പ് ലൈക്ക് ദാറ്റ്. ഞാൻ കുറച്ചും കൂടി പൊസിഷൻ സെറ്റ് ആക്കാം. ഓക്കെ, ഓർഡർ ലെയർ 1 ജസ്റ്റ് മൈന്യൂട്ട് ആയിട്ടുള്ള സ്പേസ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് സെറ്റാക്കി. ഓക്കെ, ദെൻ നമുക്ക് ഇതിൻ്റെ പാരൻ്റ് ആഡ് ചെയ്യണം. പാരൻ്റ് ആഡ് ചെയ്താലാണ് നമുക്ക് എല്ലാ ഫ്ലോറും നമ്മൾ നിലത്ത് വെച്ച് പോയാൽ കറക്റ്റ് നമുക്ക് അതിൻ്റെ കൊളൈഡർ കിട്ടില്ല. കൊളൈഡർ കിട്ടിയാലാണ് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റുള്ളൂ. സോ ഇതിൻ്റെ ഒരു ഗെയിം ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ പേരൻ്റ് ആക്കിയിട്ട് ഒരു ഫ്ലോർ ആഡ് ചെയ്യുക. പാരൻ്റ് ഫ്ലോറിന് ആഡ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയ ഫ്ലോർ പാരൻ്റ് ഫ്ലോറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലോർ ഇവിടെ. ഇനി നമുക്ക് അടിയിൽ ഫുൾ ലെയറിൽ ഫ്ലോർ വെച്ച് കൊടുക്കണം. സോ ഞെക്കുക, Ctrl+D ഞെക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ആവും. ഡ്രാഗ് ചെയ്യുക, കറക്റ്റ് പൊസിഷനിലേക്ക് വെക്കുക. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്, Ctrl+D ഞെക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ആയി. ഇങ്ങനെ ഓരോ പൊസിഷനിലേക്ക് കറക്റ്റായിട്ട് വെക്കുക. ഇനി ഓരോന്നോരോന്നായിട്ട് വെക്കുക. Then add the floor, click it. Then കറക്റ്റ് പൊസിഷനായിട്ട് ഇപ്പോൾ ഒരു ഫ്ലോർ പോലെ ആയില്ലേ.
ഫസ്റ്റ് ഓഫ് ഓൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സാധനം ശ്രദ്ധിക്കാനായിരിക്കണ്ടായിരുന്നു. ഈ പാൻ ഫ്ലോർ എപ്പോഴും 0 ഇരിക്കണം, അതൊന്ന് കറക്റ്റ് ആക്കണം. ഇപ്പോൾ നമ്മൾ പുതിയൊരു ക്ലാസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ എപ്പോഴും 0 ഇരിക്കണം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യുക. ഇപ്പോൾ ട്രാൻസ്ഫോം 0 ആയി. എന്നിട്ട് ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് തിരിച്ച് പാരൻറ്റിക്ക് തന്നെ ഇടുക. ഓക്കെ, ഇപ്പോൾ ഇത് 0 എടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പൊസിഷൻ ആകെ ചേഞ്ച് ആയിപ്പോവും. നമ്മൾ എപ്പോഴും ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ ഫസ്റ്റ് 0 എനിക്ക് എടുക്കേണ്ടത് നമ്മൾ ചെക്ക് ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ഇപ്പം നമ്മൾ എല്ലാ ഫ്ലോറും ആഡ് ചെയ്തു, എല്ലാം സെറ്റായി. ഇനി നമുക്ക് ഇതിന് ഇപ്പം നമ്മൾ ഇതിന് കൊളൈഡർ ആഡ് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ ഇതിന് മാത്രമേ ഒരു സ്ക്വയർ പോലത്തെ കൊളൈഡർ വരിക. ഓരോന്നിനും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു കൊളൈഡർ വേണം. അതുകൊണ്ടാണ് നമ്മൾ പാരന്റ് എന്ന് പറഞ്ഞൊരു ഫ്ലോർ ഉണ്ടാക്കിയത്. സോ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു കൊളൈഡർ പോലെ സിംഗിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് പോലെ ഉണ്ടാക്കാൻ പറ്റും. സോ ഇതിന് നമ്മൾ റിജിഡ് ബോഡി ടു ആഡ് ചെയ്യുക, ദെൻ നമ്മുടെ കൊളൈഡർ ആഡ് ചെയ്യുക, ബോക്സ് കൊളൈഡർ 2D ആഡ് ചെയ്യുക. 2D ആഡ് ചെയ്തിട്ട് നമ്മൾ നോക്കുക, ഇവിടെയാണ് കൊളൈഡർ കിടക്കണേ, കണ്ടില്ലേ? ഇവിടെയാണ് കൊളൈഡർ കിടക്കണേ. ഇത് നമ്മൾ ജസ്റ്റ് കറക്റ്റ് പൊസിഷനിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. ഇത് കറക്റ്റ് ഈ ഒബ്ജക്റ്റിന് മുകളിൽ കറക്റ്റായിട്ട് കൊളൈഡർ ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കൊളൈഡർ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുക. എന്തെങ്കിലും നമ്മൾ റൺ ചെയ്തിട്ട് ഗെയിം വ്യൂ കാണുക. ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ എന്തുകൊണ്ട് അടിക്ക് പോയത്? ഇതിന് ഗ്രാവിറ്റി ഇത് ഡൈനാമിക്കിൽ കിടക്കണോണ്ട്, ഇത് ഗ്രാവിറ്റി ആക്ട് ചെയ്യണോണ്ടാണ് അടിക്ക് പോയത്. സോ നമ്മളത് കൈനറ്റിക്ക് കൊടുക്കണം. ദെൻ ഒന്ന് റൺ ചെയ്ത് നോക്കുക. സോ ഇപ്പൊ കണ്ടില്ലേ, റൺ ചെയ്തപ്പോൾ ഒരു ഇഷ്യൂ ഇല്ലാതെ നിന്നു. ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നില്ല. ഗ്രാവിറ്റി ആക്ട് ചെയ്താൽ മാത്രമാണ് ഈ ഒബ്ജക്റ്റ് അങ്ങനെ നിലത്തേക്ക് പോകുന്നത്. ഗ്രാവിറ്റി ഇല്ലെങ്കിലോ കറക്റ്റ് പൊസിഷനിൽ തന്നെ നിൽക്കും. റിജിഡ് ബോഡി പോലെ ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ തന്നെ നിൽക്കും. ഇപ്പൊ കറക്റ്റായി, ഇപ്പൊ ഫ്ലോർ കറക്റ്റായി. നമുക്കിനി എന്താ, ഒരു ആനിമേഷൻ ക്യാരക്ടർ വേണം. നമുക്ക് ഇതിന്റെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ആനിമേഷൻ ക്യാരക്ടർ വേണം. സോ ഇതാണ് നമ്മുടെ ആനിമേഷൻ ക്യാരക്ടർ. ഇത് പൊതുവേ നമുക്ക് ഇതിങ്ങനെ ഫ്രെയിം ബൈ ഫ്രെയിമിലാണ് നമ്മൾ 2D ആനിമേറ്റ് ചെയ്യേണ്ടത്. സോ ഇത് ഫ്രെയിമിൽ ഇരിക്കണ്ടാവും. പൊതുവേ ഇത് സിംഗിളായിട്ട് ഇരിക്കണ്ടാവുക. നമ്മളിത് ഇപ്പോൾ സിംഗിളായിട്ട് ഇരിക്കണ്ടാവുക. അത് നമ്മൾ മൾട്ടിപ്ലൈ ഞെക്കിയിട്ട് ഇങ്ങനെ സ്പ്രൈറ്റ് എഡിറ്ററിൽ വരും. അപ്പോൾ ഓരോ ഒബ്ജക്റ്റായിട്ട് കിടക്കണുണ്ടോ, ഇതിങ്ങനെ സ്ലൈസ് ഞെക്കിയിട്ട് അപ്ലൈ ഞെക്കിയാൽ ഇത് ഓരോരോ ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടും. ഓരോരോ ഫ്രെയിമിൽ എന്തൊക്കെ ഓരോ പൊസിഷൻ കണ്ടില്ല, ഇതിങ്ങനെ ഇതിൻ്റെ മൂവ്മെൻറ്റ് വ്യത്യാസമല്ലേ. അപ്പോൾ ഓരോ മൂവ്മെൻറ്റ് എനിക്ക് ആനിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്കിത് മൾട്ടിപ്ലൈറ്റ് ഇങ്ങനെ ഓരോന്നായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിത് ആനിമേഷൻ പോലെ ആക്കണമെങ്കിൽ എല്ലാം സെലക്ട് ചെയ്യുക. ഓരോന്ന് ഷിഫ്റ്റ് ഞെക്കിയിട്ട് ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. സോറി, എന്തോ എറർ വന്നു. ജസ്റ്റ് ഒന്നും കൂടി ട്രൈ ചെയ്യുക. ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, മുമ്പ് സെലക്ട് ചെയ്തപ്പോൾ ഈ റൺ എന്ന് പറഞ്ഞ സാധനം സെലക്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. ദാറ്റ്സ് ഇനി നമ്മൾ ഓരോ ഫ്രെയിം ചെയ്തിട്ട് നമുക്കൊരു ആനിമേഷൻ ആഡ് ചെയ്യണം. ആനിമേഷൻ എന്ന് പറഞ്ഞപ്പോൾ ആനി ഓർ മനസ്സിലാവാനായിട്ട് ഫ്രോഗ് ഐഡിൽ എന്ന് കൊടുക്കുക. ഫ്രോഗ് ഐഡിൽ ആനിമേഷൻ സേവ് നിൽക്കുക. അപ്പോൾ അതിൻ്റെ ആനിമേഷനായിട്ട് വന്നിട്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് പേര് കൊടുക്കുക, ഫ്രോഗ് ഐഡിൽ എന്ന് പറഞ്ഞാൽ നെയിം കൊടുക്കുക. ഓക്കെ, അതിൻ്റെ സൈസ് ഭയങ്കര ചെറുതാണ്. സോ നമ്മളിതിൻ്റെ സ്കെയിലിംഗ് ഇതാണ് യൂണിറ്റ് ഓരോരോ പാനൽ. ഇത് മൂവ്മെൻറ്റ് ചെയ്യാൻ, ഇതിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, റൊട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്കെയിൽ ചെയ്യുന്ന ബട്ടൺ ഞെക്കിയിട്ട് ഇങ്ങനെ പൊക്കുക. കണ്ടോ, കറക്റ്റ് പൊസിഷനിലേക്ക് വന്നു. നമ്മൾ പ്ലേസ് ചെയ്യുക. ഇതിൻ്റെ ആനിമേഷൻ റൺ ചെയ്യണം നോക്കാം. ഫ്രോഗ് ഐഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ആനിമേഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കിയിട്ട് ജസ്റ്റ് റൺ ചെയ്ത് കൊടുക്കണ്ടോ, ആനിമേഷൻ വർക്ക് ചെയ്യണുണ്ടോ. സോ ഇങ്ങനെയാണ് പൊതുവെ 2Dയിൽ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമിൽ എഡിറ്റ് ചെയ്തിട്ടാണ് ആനിമേഷൻ സെറ്റ് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞു. ഇനി അടിയിൽ നമ്മൾ കൊളൈഡർ ഇട്ടില്ല. അതുപോലെ നമ്മൾ ഈ ഒബ്ജക്റ്റിന് റിജിഡ് ബോഡിയും കൊളൈഡർ ആഡ് ചെയ്യണം. എന്നാലാണ് രണ്ടായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വരുള്ളൂ. അപ്പം അല്ലെങ്കിൽ എന്തുണ്ടാവാന്ന് ഞാൻ കാണിച്ചു തരാം. കൊളൈഡർ റിജിഡ് ബോഡി ആഡ് ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവാന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വെറുതെ ഇങ്ങനെ ഒന്നൊരു മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനിപ്പോൾ റിജിഡ് ബോഡി ബോക്സ് കൊളൈഡർ ആഡ് ചെയ്തു. ബോക്സ് കൊളൈഡർ ആഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത് ഇൻട്രാക്റ്റബിൾ ആയിട്ട് വരുള്ളൂ. ഇതിൻ്റെ ബോക്സ് കൊളൈഡർ ഇങ്ങനെ ഉണ്ടോ, ഇത് നമ്മൾ കറക്റ്റ് കുറച്ച് ഉള്ളിലേക്കാക്കിയിട്ട് വെക്കണം. കൊളൈഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് വേറൊരു ബോഡി ആയിട്ട് ഇൻട്രാക്റ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ഈ പൊസിഷനിൽ തന്നെ അത് നിൽക്കും. ഇപ്പം ഈ ഫ്രോഗിൻ്റെ പൊസിഷൻ ഇപ്പോൾ ബോക്സ് കൊളൈഡർ ക്ലോസ് ആയി കഴിഞ്ഞു. ഇതിൻ്റെ പൊസിഷൻ ഇവിടെ കൊണ്ട് വെച്ചിട്ട് റൺ ചെയ്ത് നോക്കി. കണ്ടോ, അതിൻ്റെ അടിയിലൊക്കെ ഉള്ളൂ. നമുക്ക് ഈ ഫ്ലോറിൻ്റെ മുകളിൽ തന്നെ നിൽക്കണ്ടേ, അതും കറക്റ്റ് പൊസിഷനേറ്റ് ആയിട്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോക്സ് കൊളൈഡർ ആഡ് ചെയ്യണേ. അതിന് മുമ്പ് നമ്മൾ നമ്മൾ ലെയർ 1 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തില്ലേ, അപ്പോൾ നമ്മൾ അടുത്ത ഫ്രോഗ് എന്ന് പറയുമ്പോൾ ഇതിനും ഓർഡിനറി ലെയർ 2 എന്ന് പറഞ്ഞ് കൊടുക്കണം. അത് മറക്കരുത്. ഓർഡിനറി ലെയർ എല്ലാത്തിനും വരുന്നതിനനുസരിച്ച് ഓർഡർ ലെയർ കറക്റ്റായി കൊടുക്കണം. ഫ്രോഗ് ഐഡിയലിന് കറക്റ്റ് വെച്ചു. ഇപ്പോൾ എന്താണ്, ബോക്സ് കൊളൈഡർ ഉണ്ടായി.
ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും, ബോക്സ് കൊളൈഡർ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ വെക്കുമ്പോൾ എന്താ ഉണ്ടാവുക ഞാൻ കാണിച്ചു തരാം. റൺ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വെച്ചിട്ട് ഇങ്ങനെ റൺ ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ബോക്സ് കൊളൈഡർ വെച്ച് നമ്മൾ റിജിഡ് ബോഡി ആഡ് ചെയ്യണം. റിജിഡ് ബോഡി കൂടി ആഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഡൈനാമിക്കലി ഇരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവാന്ന് റൺ ചെയ്തിട്ട് കാണിച്ചു തരാം. റിജിഡ് ബോഡി ഡൈനാമിക്കലാണ്. ഇപ്പം കണ്ടില്ലേ, കറക്റ്റ് ആ പൊസിഷനിലേക്ക് വന്ന് എവിടെയാണ് കൊളൈഡർ ഉണ്ടാകുന്നത് അതിൻ്റെ മുകളിലേക്ക് വന്ന് കണ്ടില്ലേ, കൊളൈഡറിൻ്റെ മുകളിലേക്ക് അൺട്രാക്റ്റബിൾ ആയിട്ട് വന്ന് അത് ഡൈനാമിക് ആയിട്ട് ഗ്രാഫിക് ഇഫക്റ്റ് ചെയ്യണോണ്ടാണ് അത് മുകളിലേക്ക് വന്നത്. ഈ ഇവിടുത്തെ കൊളൈഡറും ഈ കൊളൈഡറും ഒരേ പൊസിഷനിലേക്ക് പോയി വന്നത്. കൊളൈഡറിൻ്റെ ഉള്ളിലേക്ക് ഇത് വെക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് രണ്ട് തമ്മിലൊരു കണക്ഷൻ വരുത്താനാണ് കൊളൈഡർ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഡൈനാമിക് വെച്ചു, ഫ്രോഗ് വെച്ചു, ആനിമേഷൻ റൺ ചെയ്ത് നോക്കി, ഓക്കെയാണ്. റിജിഡ് ബോഡി ആഡ് ചെയ്തു, അങ്ങനെ ഫ്രോഗ് സെറ്റായി. ഇനി നമുക്കിതിന് ജമ്പിങ് കൊടുക്കണം. നമ്മൾ സ്ക്രിപ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക, കോഡ് ചെയ്യുക. ബേസിക്കലി C# യൂണിറ്റിയിൽ കോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ ഞാൻ ഓൾറെഡി ഒരു കോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ആ ഉണ്ടാക്കി വെച്ച സ്ക്രിപ്റ്റിങ്ങിൻ്റെ കോഡ് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് ആ കോഡ് ഞാൻ കാണിച്ചു തരാം. ജമ്പ് എന്ന് പറഞ്ഞ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമ്മൾ റിജിഡ് ബോഡി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. ജമ്പ് ഫോഴ്സ് ഇത്ര ഫോഴ്സിൽ ചാടണം, അതിന് ഇത്ര സ്പീഡ് വേണം. സ്പീഡ് 5, 2/5 നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വോയിഡ് അവൈക്ക് സമയത്ത് റിജിഡ് ബോഡി ഈ കോമ്പൗണ്ടിന് നമ്മൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ നമ്മൾ 2 ഫംഗ്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ജമ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും 3 പറഞ്ഞ ഫംഗ്ഷനും. ഇത് റണ്ണായിട്ട് അപ്ഡേറ്റ് സ്റ്റേറ്റിൽ എത്തുമ്പോൾ ഈ 2 ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യണം. ഇതിൽ ആദ്യത്തെയാണ് വോയിഡ് ജമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ജമ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ നമ്മൾ ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ട്, ഇഫ് നമ്മൾ സ്പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കാണെങ്കിൽ ആ ബോഡിയുടെ മൂവ്മെൻറ്റ് ഇങ്ങനെ ആയിരിക്കണം, ഇത്ര ഹൈറ്റിൽ ചാടണം, അതിൻ്റെ മൂവ്മെൻറ്റ് കൊടുത്തേണത്. അത് എത്ര ഹൈറ്റ് എത്ര സ്പീഡിൽ ജമ്പ് ചെയ്യണമെന്നാണ് നമ്മൾ മുകളിൽ ഡിക്ലെയർ ചെയ്തത്. സോ നമ്മൾ അടുത്ത ഫംഗ്ഷൻ വോയിഡ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടാക്കി. ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത്. അതിലും ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇഫിൽ നമ്മൾ എ എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കാണെങ്കിൽ ഇതിൻ്റെ X ആക്സിസിൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് -1ഉം D എന്ന് ഞെക്കാണെങ്കിൽ ഇതിൻ്റെ X ആക്സിസിൻ്റെ മൂവ്മെൻറ്റ് 1F. ഇത് ഞാൻ ജസ്റ്റ് ഇതിൽ ഡിസ്പ്ലേ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്യാരക്ടർ ഫ്രോ ഗൈഡിൽ. ഇതിൽ ഇതിൻ്റെ X ആക്സിസിൽ ഇതിൻ്റെ പൊസിഷൻ മൈനസ് കണ്ടോ, X ആക്സിസ് മൈനസ് പോകുമ്പോൾ ലെഫ്റ്റിക്ക് പോകണ കണ്ടോ, റൈറ്റിക്ക് വരുമ്പോൾ പോസിറ്റീവും. സോ അങ്ങനെയാണ് നമുക്ക് കൊടുത്തത്. -1F എന്ന് പറയുമ്പോൾ ഇത് ബാക്കോട്ടും പോവും, +1F എന്ന് പറയുമ്പോൾ ഫ്രണ്ടോട്ടും പോവും. അതുപോലെയാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, എ എന്ന് പറഞ്ഞേക്കുമ്പോൾ -1 എന്ന പൊസിഷനിലേക്ക് പോകണം, D എന്ന് പറഞ്ഞേക്കുമ്പോൾ +1 എന്ന പൊസിഷനിലേക്കും പോകണം. ഓക്കെ, അങ്ങനെയാണ് ഇതിന് 2 മൂവ്മെന്റ് സെറ്റ് ചെയ്ത്. ഇനിയിപ്പോൾ ഇത് റൺ ചെയ്തിട്ട് വർക്ക് ആവുണ്ടോ എന്ന് നോക്കണം. D ഞെക്കുമ്പോൾ ഫ്രണ്ടോട്ട്, എ ഞെക്കുമ്പോൾ ബാക്കോട്ട്, സ്പേസ് ഞെക്കുമ്പോൾ കണ്ടോ ചാടിയിട്ട് അടിക്കുന്നത്. ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത് അടിക്ക് വരുന്നത്. ഇപ്പം ഞാൻ ഇപ്പോൾ ഡൈനാമിക് മാറ്റി കൈനറ്റിക് ആക്കി വിചാരിക്കുക, ഗ്രാവിറ്റി വേണ്ടാന്ന് വയ്ക്കുക. എന്നിട്ടിപ്പോൾ ഞാൻ റൺ ചെയ്ത് നോക്കുക, കൈനറ്റിക് ആക്കുക. പ്ലേ മോഡിൽ നമ്മൾ ഞെക്കുമ്പോൾ അതൊന്നും പ്ലേ മോഡ് ഓഫ് ആക്കുമ്പോൾ വരില്ല കേട്ടോ. സോ നമ്മൾ പ്ലേ മോഡിന് മുമ്പ് എല്ലാം ചെയ്തിരിക്കണം. ഇപ്പോൾ പ്ലേ മോഡ് ഓഫ് ആക്കിയിട്ട് കൈനറ്റിക് ആക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇത് മുകളിലേക്ക് തന്നെ പോയി. സോ നമുക്ക് ഇതിന് ഗ്രാവിറ്റി വേണം എന്നുള്ളത് താഴത്തേക്ക് വരുള്ളൂ. ഡൈനാമിക് ആക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, അടിക്ക് തന്നെ വന്നു. ദാറ്റ്സ് ഇറ്റ്, ഫ്രോ ഗൈഡിൽ സെറ്റായി. നമുക്കിനി റാൻഡം ആയിട്ട് ഒബ്സ്റ്റക്കിൾസ് വരണം. നമുക്ക് മുകളിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഇൻട്രാക്ട് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഒബ്സ്റ്റക്കിൾസ് വേണം. സോ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച കുറച്ച് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. ഇതൊരു സ്പിന്ന് പോലത്തെ ഒബ്സ്റ്റക്കിളാണ്. നമുക്ക് ആനിമേഷൻ പോലെ കറങ്ങിക്കൊണ്ട് വരണം. അതുകൊണ്ടാണ് ഓരോ ഫ്രെയിമിൽ ഓരോ മൂവ്മെന്റ് ഇങ്ങനെ വെച്ചേക്കണത്. സോ മുമ്പ് നമ്മൾ ചെയ്ത പോലെ ഇതെല്ലാം അതുകൊണ്ട് സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, ജസ്റ്റ് പാനൽ ഹൈറാർക്കിയിൽ ഡ്രോപ്പ് ചെയ്യുക, എന്നിട്ട് സ്പിൻ എന്ന് പറഞ്ഞ ആനിമേഷൻ നെയിം കൊടുക്കുക, സേവ് ചെയ്യുക. സോ ഇതിൻ്റെ ആനിമേഷനായിട്ട് വന്നു. ഇതിൻ്റെ പേര് നമ്മൾ സ്പിന്നർ എന്ന് പറഞ്ഞു കൊടുക്കുക. സ്പിന്നർ, ഓക്കെ, സ്പിന്നർ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതിൻ്റെ സ്കെയിലിംഗ് ചെറുതാണ്, സോ ഒന്ന് വലുതാക്കുക. കണ്ടില്ലേ, കറക്റ്റായി. ഇതുപോലത്തെ നമുക്ക് ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലും വെക്കാം, ഒരെണ്ണം റൈറ്റ് സൈഡിലും വെക്കാം. ഒന്ന് ലെഫ്റ്റ് സൈഡിൽ വെച്ച് കുറച്ചും കൂടി കയറ്റി വെച്ചിട്ട് ഇതിൻ്റെ പേരും കൂടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ മനസ്സിലാൻ വേണ്ടി ലെഫ്റ്റ് സ്പിന്നർ എന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ അടുത്ത ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, Ctrl+D. ദെൻ നെയിം ചേഞ്ച് ചെയ്തിട്ട് റൈറ്റ് സ്പിന്നർ എന്ന് പറഞ്ഞു കൊടുക്കണം. സോ നമ്മൾ ലെഫ്റ്റ് മാറ്റി റൈറ്റ് നിന്ന് ആഡ് ചെയ്യുക. അപ്പോൾ റൈറ്റ് സ്പിന്നറായി. എന്നിട്ട് നമ്മൾ ഈ സാധനം റൈറ്റ് കൊണ്ടുപോയി വെക്കണം, കുറച്ച് മുകളിലേക്കായിട്ട് വെക്കുക. ഓക്കെ, നമ്മൾ ആദ്യം ഇത് ചെയ്യണത് നമ്മൾ ആലോചിക്കണം, റിജിഡ് ബോഡിയും കൊളൈഡറും ആഡ് ചെയ്തിരിക്കണം.
സോ രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് റിജിഡ് ബോഡി ടു ആഡ് ചെയ്യുക, കൊളൈഡർ ആഡ് ചെയ്യുക, ബോസ് കളർ 2D ആഡ് ചെയ്യുക. ദെൻ ആദ്യം ലെഫ്റ്റ് സ്പിന്നറിൽ പോയിട്ട് നമുക്ക് നോക്കാം ഡൈനാമിക് ആയിക്ക് എന്താണ് പ്രശ്നം, ഗ്രാവിറ്റി ആക്കി എന്താ ഡൈനാമിക് ആയാൽ എന്താണ് ഇഷ്യൂ എന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, രണ്ട് നിലത്തേക്ക് വന്നു, ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഗ്രാവിറ്റി ആവശ്യമില്ല, നമുക്ക് ആ പൊസിഷനിൽ തന്നെ സാധനം നിൽക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് ആണ് വേണ്ടത്. സോ നമ്മൾ ഈ ഡൈനാമിക് ചേഞ്ച് ചെയ്തിട്ട് കൈനറ്റിക് ആക്കണം. ഇപ്പൊ നോക്കി ആ സെയിം പൊസിഷനിൽ നിന്നിട്ടായിരിക്കും കറങ്ങുണ്ടാവുക. സോ ലെഫ്റ്റിൽ നിന്ന് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്, നമ്മൾ ഇതിനും കൈനറ്റിക് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യണം. ദെൻ റൺ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, രണ്ട് പൊസിഷനിൽ നിന്നിട്ടായിരിക്കും കറക്റ്റായിട്ട് മൂവ്മെന്റ് നടത്തുന്നുണ്ടാവുക. സോ ലെഫ്റ്റ് സ്പിന്നർ റൈറ്റ് സ്പിന്നറും നമ്മൾ സെറ്റായി. ഇനി ഇതിന് ലെഫ്റ്റ് കോടെ മൂവ്മെന്റും റൈറ്റ് കോടെ മൂവ്മെന്റും ഇങ്ങനെ മൂവ്മെന്റ് പോലെ പാസ് ചെയ്ത് പോകണം. അതിന് നമ്മളൊരു സ്ക്രിപ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, നൈഫ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ലെഫ്റ്റ് സ്പിന്നർ റൈറ്റ് സ്പിന്നർ ആഡ് ചെയ്യുക, ഈ നൈഫ് എന്ന് പറഞ്ഞ കോഡ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് ആ കോഡ് ഞാൻ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ദിസ് ഈസ് ദ നൈഫ് കോഡ്. അതിന് സ്പീഡ് കൊടുത്തു, റൈറ്റിക്ക് മൂവ്മെന്റ് ചെയ്യാനുള്ളത് 2 എന്ന് പറഞ്ഞ സ്പീഡിൽ പോകണം, 3 എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ഇങ്ങനെയാണ് നടക്കേണ്ടത്. ഇഫ് ഇതിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണെങ്കിൽ റൈറ്റിക്ക് പോകണം, എൽസ് ഇതിൻ്റെ പൊസിഷൻ ഇങ്ങനെ കറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സ്ക്രിപ്റ്റ് അതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ലെഫ്റ്റ് സ്പിന്നർ എന്ന് പറഞ്ഞ സാധനം ലെഫ്റ്റിൽ നിന്നോട്ട് നമുക്ക് റൈറ്റിക്ക് പോകാം. റൈറ്റ് സ്പിന്നർ നമുക്ക് റൈറ്റിൽ നിന്ന് ആഡ് ചെയ്യണം, പിന്നെ എക്സാക്സിൻ്റെ ഫ്ലിപ്പും കൂടെ ആഡ് ചെയ്ത് എന്നാലാണ് ഇത് റൈറ്റിക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് കറക്റ്റ് ആവുള്ളൂ. സോ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് റാൻഡം ആയിട്ട് സ്പോൺ ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ സ്പോണർ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം. അതിനു മുമ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇത് ഒരു പ്രീഫാബ് ആക്കണം. പ്രീഫാബ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ 2 ഉള്ളൂ, നമുക്ക് കുറേ സാധനങ്ങൾ സ്പോൺ ചെയ്തിട്ട് വരണം. ഈ 2 സെയിം ഫീച്ചേഴ്സിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് കുറേ വരണം. ഇതിപ്പോൾ കുറേ ഉണ്ടാക്കാണ്ട് ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രീഫാബ് ആക്കുന്നത്. ആദ്യം നമ്മളൊരു അസറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൾഡർ ഉണ്ടാക്കിയിട്ട് പ്രീഫാബ് എന്ന് പറഞ്ഞ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ലെഫ്റ്റ് സ്പിന്നറും റൈറ്റ് സ്പിന്നറും സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ട് പ്രീഫാബിക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഈ ലെഫ്റ്റ് റൈറ്റിൻ്റെ പൊസിഷനും എല്ലാ അതും ഡാറ്റയും കോഡും എല്ലാം അതും കിട്ടിയിട്ടുള്ള പ്രീഫാബായിട്ട് നമുക്കിത് കിട്ടി. എന്നിട്ട് നമ്മൾ പാനലുള്ളത് ഡിലീറ്റ് ചെയ്യാം. ഇതിലിത് വേണ്ട, റാൻഡം ആയിട്ട് സ്പോൺ ആയിട്ട് വരേണ്ടത്. ഈ സ്ക്രീനിൽ ഓരോന്നും ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് കുറേ വരണം. ഓക്കെ, അപ്പോൾ ഇത് ലെഫ്റ്റും റൈറ്റും നമ്മൾ ഓൾറെഡി ഇവിടേക്ക് എടുത്ത് വെച്ചു. ദെൻ ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന സ്പോണർ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റാണ്. റാൻഡം ആയിട്ട് ലെഫ്റ്റിൽ നിന്ന് സ്പോൺ ആയി പറഞ്ഞാൽ എവിടെ നിന്ന് റൈറ്റിൽ നിന്ന് സ്പോൺ ആയത്, എവിടെ നിന്ന് വരണം, എത്ര വരണം എന്നൊക്കെ വരണം എന്ന രീതിയിൽ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ 2 empty ഗെയിം ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് ലെഫ്റ്റ് സ്പോണർ എന്ന് പറഞ്ഞ പേരിടുക. ലെഫ്റ്റിൽ നിന്ന് സ്പോൺ ചെയ്ത് വരുന്ന ആ സ്പിന്നറിനും റൈറ്റിൽ നിന്ന് സ്പോൺ ആയി വരുന്ന സ്പിന്നറിനും റൈറ്റിൽ നിന്ന് സ്പോൺ ആയി. ഓക്കെ, നമ്മളിപ്പോൾ ലെഫ്റ്റ് സ്പോണറും ഉണ്ടാക്കി റൈറ്റ് സ്പോണർ ഉണ്ടാക്കി. ഇതിന് 2 പൊസിഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. എപ്പോഴും നമ്മൾ ഇതിനെ റീസെറ്റ് ചെയ്താലാണ് 0-0 പൊസിഷനിൽ വന്ന് നിൽക്കണം. ലെഫ്റ്റ് സ്പോണർ സെറ്റാക്കി റൈറ്റ് സ്പോണർ സെറ്റാക്കി ഇതിന് സ്ക്രിപ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം റാൻഡമായിട്ട് സ്പോൺ ആയി വരണേന്. സോ ഓൾറെഡി ഉണ്ടാക്കി വെച്ച സ്പോണർ സ്ക്രിപ്റ്റ് ഉണ്ട്, അത് രണ്ടും സെലക്ട് ചെയ്തിട്ട് സ്പോൺസിനെ ആഡ് ചെയ്യാം. എന്നിട്ട് ഗെയിം ഒബ്ജക്റ്റ് കാണിച്ചു തരാം. ഇതാണ് ആ സ്ക്രിപ്റ്റ്. ഇതിൽ നമ്മൾ ഈ പബ്ലിക് ഗെയിം ഒബ്ജക്റ്റ് ഒബ്സ്റ്റക്കിൾ എന്ന് പറയുമ്പോൾ ഏതാണ് ഗെയിം ഒബ്ജക്റ്റ് ഇതിന് തിരിച്ചറിയണം. അതിനോടാണ് പബ്ലിക് എന്ന് പറഞ്ഞാൽ പബ്ലിക് ആണെങ്കിൽ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കോഡിൽ പോയിട്ടാണ് മാറ്റാൻ പറ്റുള്ളൂ. സോ ഇത് ഗെയിം ഒബ്ജക്റ്റ് മനസ്സിലാക്കാനായിട്ടാണ് ഗെയിം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ ഈ ഒബ്സ്റ്റക്കിൾ ഏതാണ് നമ്മൾ ആഡ് ചെയ്യും, ലെഫ്റ്റ് സ്പോണർ ഏതാണ് റൈറ്റ് സ്പോണർ ഏതാണ്, നമ്മൾ ഗെയിം ഒബ്ജക്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച പ്രീഫാബ് സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സ്പോണർ സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് സ്പോണർ ഈ ലെഫ്റ്റ് സ്പോണിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, റൈറ്റ് സ്പോണറിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സ്പോണറും റൈറ്റ് സ്പോണറും സെറ്റായി. ഇനി ജസ്റ്റ് ഇത് റാൻഡം ആയിട്ട് സ്പോൺ ചെയ്ത് വരുന്നുണ്ടോ എന്ന് നോക്കണം. സോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, റൺ ചെയ്ത് നോക്കുക. റൺ ചെയ്യുമ്പോൾ നോക്കുക, കണ്ടില്ലേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് റാൻഡം ആയിട്ട് ഓരോ പൊസിഷനിൽ നിന്ന് സ്പോൺ ആയി വരുന്നുണ്ട്. സോ കണ്ടില്ലേ ഓരോന്ന് സ്പോൺ ചെയ്തിട്ട് ഓരോ പൊസിഷനിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. സോ ആ സെക്ഷൻ ക്ലിയർ ആയി. ഇനിയിപ്പോൾ സ്പോണർ സെറ്റായി, ഇത് സെറ്റായി. നമുക്കിനി ക്യാപ്ചർ ചെയ്തെങ്കിലും കോയിൻസോ എന്തെങ്കിലും ഗെയിമിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ കുറച്ച് കോയിൻസോ എന്തെങ്കിലും കളക്ട് ചെയ്യാൻ എന്തെങ്കിലും കളക്റ്റബിൾ വേണ്ടേ. സോ നമുക്ക് അത് ആഡ് ചെയ്യാം. സോ ഓൾറെഡി ഉണ്ടാക്കി വെച്ച കുറച്ച് കോയിൻസ് പോലത്തെ ആനിമേഷൻസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മൈ ഗെയിമിൽ എടുക്കുക, കണ്ടില്ലേ കോയിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ മുമ്പ് സെലക്ട് ചെയ്ത പോലെ തന്നെ എല്ലാതും സ്പ്ലിറ്റായി സ്പ്രൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ഓരോ സ്പ്രൈറ്റും സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ആനിമേഷൻ വരെ ജസ്റ്റ് ഒരു കോയിൻ എന്ന് പറഞ്ഞ ആനിമേഷൻ ക്ലിക്ക് ചെയ്യുക, കോയിൻ. ഇവിടെയും നെയിം നമ്മൾ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് കോയിൻ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് വെക്കണം. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട്. ഇപ്പോൾ കോയിൻ്റെ സൈസ് കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. വേണമെങ്കിൽ ഇതിൻ്റെ സ്കെയിലിങ് കുറച്ചും കൂടി കൂട്ടിയിട്ട് വയ്ക്കാം.
ഓക്കെ, ഇനി ആനിമേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. എന്താ കണ്ടില്ലേ, അത് കറക്റ്റായിട്ട് റൺ ആവുന്നുണ്ട്. ഓക്കെ, ദെൻ കോയിൻ എന്ന് പറഞ്ഞാൽ ഇനി കോയിൻ്റെ സെക്ഷൻ നോക്കാം. ഇപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ലെഫ്റ്റ് സ്പോണർ റൈറ്റ് സ്പോണറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ഇതിൻ്റെയൊക്കെ സ്കെയിലിംഗ്, ഇതിൻ്റെ രണ്ടിൻ്റെ സ്കെയിലിംഗ് നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ടായില്ല. സോ അതിൻ്റെ ഓർഡർ ലെയറും കൂടി ഒന്ന് കറക്റ്റ് ആക്കി വെക്കണം. നമ്മളിതിപ്പം രണ്ടാമത്തെ ഓർഡർ ലെയർ അല്ലേ, രണ്ടാമത്തെ ഓർഡർ ലെയർ ആണ് ഇത്. ഫ്രോഗിയാണ് 2. അപ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്പിന്നേഴ്സ് മൂന്നാമത്തെ ലെയറാണ്. നമ്മൾ ഒരിക്കലും ലെയർ വെക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ ഈ സ്ക്രീനിൻ്റെ ഉള്ളിൽ കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ കോയിനിൽ ഇൻ ഓർഡർ ലെയർ 4 വയ്ക്കുക. അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. 4 എന്ന് പറഞ്ഞ കോയിൻ ആഡ് ചെയ്യുക, മുമ്പ് ചെയ്ത പോലെ ബോക്സ് കൊളൈഡർ ആഡ് ചെയ്യുക, റിജിഡ് ബോഡി ആഡ് ചെയ്യുക. ഓക്കെ, മുമ്പ് പറഞ്ഞ പോലെ ഡൈനാമിക് മാറ്റി കൈനറ്റിക് ആക്കുക, ബോക്സ് കൊളൈഡറിൻ്റെ കറക്റ്റ് പൊസിഷനിൽ നോക്കുക. ബോക്സ് കൊളൈഡർ ഉണ്ടെങ്കിലാണ് ഇതായിട്ട് ഇൻട്രാക്റ്റ് ആവുള്ളൂ. സോ ബോക്സ് കൊളൈഡറും കൂടി ഉണ്ടോ എന്ന് നോക്കുക, കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റൺ ആവുമ്പോൾ ഇപ്പം ഈ കോയിൻ കണ്ടില്ല, ഇത് ചാടുമ്പോൾ ഈ സാധനം തട്ടുമ്പോൾ ഈ കോയിൻ നമുക്ക് ഡീആക്ടിവേറ്റ് ആയിട്ട് പോകണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച കോയിൻസ്, ഇനി നമുക്ക് കുറേ കോയിൻസ് ഉണ്ടാവുമല്ലോ, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം കോഡ്. സോ ഇതിനൊക്കെ നമുക്ക് ടാഗ് ആഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്രോഗ് ഐഡിയിൽ നമ്മൾ പ്ലെയർ എന്ന് പറഞ്ഞ ടാഗ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലെയർ ടാഗ് ഉണ്ട്, അത് ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് വേറെ ടാഗ് ആഡ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക, ആഡ് ടാഗ് ഞെക്കുക, ജസ്റ്റ് ഈ ടാഗ്സിൽ പോവുക, ഇത് പോവുക, സേവ് ചെയ്യുക. അപ്പോൾ ആ ടാഗ് നമുക്ക് ക്രിയേറ്റ് ആവും. സോ നമുക്കിനി കോയിൻ എടുക്കുക, കോയിനിൽ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ടാഗ് ഉണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ യൂണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ പോലെയാണ് നമ്മൾ ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് ആ ടാഗ് ആഡ് ചെയ്തത്. അപ്പോൾ ആ ടാഗിനനുസരിച്ചുള്ള സാധനം ഫംഗ്ഷൻ വർക്കാവും. ഓക്കെ, ഇനി നമുക്ക് റാൻഡം ആയിട്ട് കുറച്ച് കോയിൻസ് ഉണ്ടാക്കാം. ഇതിപ്പോൾ പ്രീഫാബ് ആക്കി വെക്കുകയാണെങ്കിലുള്ള ഗുണം, ഇതിൻ്റെ കോയിൻ എഡിറ്റ് ചെയ്യുമ്പോൾ മറ്റേ കോയിനും ഇതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് എഡിറ്റ് ആയി പോകും. പൊസിഷനും സ്കെയിലിങ്ങും ഒക്കെ കറക്റ്റ് ആയിരിക്കും. പോരണത്തിൽ മാറ്റുകയാണെങ്കിൽ മറ്റേലും സെയിം ആയിട്ട് നമുക്ക് മാറ്റാം. സോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, പൊസിഷനിൽ വെക്കുക, ഓരോ പൊസിഷനിൽ കൊണ്ടുപോയി വെക്കുക, ഓരോ കറക്റ്റായിട്ട് ഓരോ പൊസിഷനിൽ കൊണ്ടുപോയി വെക്കുക. റാൻഡമായിട്ട് എവിടെയായാലും വെച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ ഓരോരോ റാൻഡം പൊസിഷനിലേക്ക് എല്ലാ കോയിൻസും കൊണ്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സ്പിൻ ആവും. നമ്മൾ ജസ്റ്റ് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഇത് ഇൻട്രാക്ട് ആകുമ്പോൾ ഇത് ഡീആക്ടിവേറ്റ് ആയിട്ട് പോകണം, എന്നുവെച്ചാൽ ഇത് ട്രിഗർ ആവണം. അപ്പം നമ്മൾ ഓൾറെഡി ഫ്രോഗ് ഐഡിയിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ കോയിന് ബോക്സ് കൊളൈഡറും എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെ കൈനമാറ്റിക്കിലൊക്കെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കട്ടെ. ഇത് കൈനമാറ്റിക് ആണ്, ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നില്ല. സോ അത് പൊസിഷനിൽ നിന്നാണ് കറങ്ങുന്നുണ്ട്. ഓക്കെയാണ്. ഇനി നമ്മൾ പ്ലെയറിന് ഒരു സ്ക്രിപ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ദാറ്റ് സ്ക്രിപ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്ക്രിപ്റ്റ് ഉണ്ട്. പ്ലെയർ എന്ന് പറഞ്ഞ ഇത് ഈ ഫ്രോഗ് ഐഡിയലിന് പ്ലെയർ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുക. ഈ സ്ക്രിപ്റ്റിൽ എന്താ പറയണമെന്ന് വെച്ചാൽ ഇത് ട്രിഗർ ആവണം. എന്ന് വെച്ചാൽ ഈ കോയിൻ എന്ന് പറഞ്ഞ ഗെയിം ഓബ്ജക്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞ ഗെയിം ഓബ്ജക്റ്റ് ആയിട്ട് ഇൻട്രാക്റ്റ് ആവുമ്പോൾ അതിൻ്റെ ആക്റ്റീവ് ഫോൾസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ അത് ഇൻട്രാക്റ്റ് ആവുമ്പോൾ ട്രിഗർ ആവുമ്പോൾ ഇത് ഫോൾസ് ആയി പോകണം. ഫ്രോഗ് പോകണമല്ല, കോയിൻസ് പോകണം, ട്രിഗർ ആയിട്ട് പോകണം. ഓക്കെ, അതാണ് ആ സ്ക്രിപ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അത് പ്ലെയർ ഡ്രോപ്പ് ചെയ്തു, കോയിൻ നമ്മൾ ഓൾറെഡി ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ കോയിൻ. ഇനി ഇതിന് എല്ലാത്തിനും കോയിൻ ടാഗ് ഉണ്ട് ഇല്ലേ? അപ്പോൾ ഈ കോയിൻ ടാഗ് ഉള്ള സാധനമൊക്കെ ഈ ഫ്രോഗ് ഐഡിയിൽ വെച്ച് ഇൻട്രാക്ട് ആകുമ്പോൾ അത് ട്രിഗർ ആയിട്ട് അതൊക്കെ ഡീആക്ടിവേറ്റ് ആയി പോകും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എല്ലാ കോയിനും സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഈ ട്രിഗർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് ടിക്ക് ചെയ്തിരുന്നാലാണ് ട്രിഗർ നിൽക്കുമ്പോൾ അതൊക്കെ ഡീആക്ടിവേറ്റ് ആയി പോകുള്ളൂ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, ജമ്പ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇത് റൺ ആവണേന്ന്. കണ്ടില്ലേ? ഓരോ കോയിൻ കളക്ട് ചെയ്യുമ്പോൾ അത് ഡീആക്ടിവേറ്റ് ആയി പോകണില്ലേ? കണ്ട, ലെഫ്റ്റ് പാനൽ ശ്രദ്ധിച്ചാൽ മതി, അതൊക്കെ ഡീആക്ടിവേറ്റ് ആയി പോകണുണ്ടല്ലേ? ഇങ്ങനെയാണ് കോയിൻസ് കളക്ട് ചെയ്യുക. 10 minutes കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ചെറിയ ഡെമോക്ക് ഉണ്ടാക്കിയത്. ഓക്കെ, ഇപ്പോൾ സെറ്റായില്ലേ? ഓക്കെ, 10 minute കൊണ്ട് നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ദാറ്റ്സ് ഗൈസ്, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.